ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ്, അതുപോലെ ഹൈപ്പർ കോൺജുഗേഷൻ, ഇലക്ട്രോമെറിക് ആൻഡ് റെസൊണൻസ് എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, ഇൻഡക്റ്റീവ് എഫക്റ്റ്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താ, അഥവാ ഐ എഫക്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട സാധനമാണ്. ഇറ്റ് ഈസ് എ പെർമനന്റ് എഫക്റ്റ് arising due to the shifting of sigma electron through a carbon chain in presence of an atom or group of atom having a different electronegativity attached to a carbon chain. അതായത് കാർബൺ ചെയിനുകൾക്കിടയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ആറ്റങ്ങൾക്കിടയിൽ എന്ത് സിഗ്മ ഇലക്ട്രോണിന്റെ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് വിളിക്കുക. സോ look at here. CH3 CH2 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 Cl. സോ ഇവിടെ നോക്ക്, ഈ കാർബണും ഈ ക്ലോറിനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. സോ ക്ലോറിൻ വിൽ അറ്റാച്ച് ദ ഇലക്ട്രോൺ ഫ്രം കാർബൺ അല്ലെ. സോ ഇവിടെ എന്ത് വരും, പാർഷ്യൽ പോസിറ്റീവും ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് എന്ത് ചെയ്യും ലഭിക്കും. സോ ഇവിടെ നോക്ക്, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് കിട്ടുമ്പോൾ അടുത്ത കാർബൺ നോക്ക്, ഈ കാർബൺ അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ അയാൾക്ക് ഒരു ഇലക്ട്രോൺ കുറവാ. ഇയാൾക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ പറ്റുന്ന ആളാണ് ആര്, CH2 ഗ്രൂപ്പ്. സോ ഇയാൾ എന്ത് ചെയ്യും, അങ്ങോട്ട് ഇലക്ട്രോൺ കൊടുക്കും. അപ്പൊ ഇവിടെ ഡബിൾ പോസിറ്റീവ് കിട്ടും. അപ്പം ഇപ്പുറത്തോ നോക്കുമ്പോ എന്താവും, അത് ട്രിപ്പിൾ പോസിറ്റീവ് ആവും. അപ്പൊ നാലാമത്തോ നോക്കും, കൊടുക്കാൻ നോക്കുവോ, അവിടെ കൊടുക്കൂല. മാക്സിമം പഠിച്ചോ, മാക്സിമം അപ് ടു 3 കാർബൺ ആയിരിക്കും എന്ത് നടക്കുക, ഈ ഒരു ട്രാൻസ്ഫർ എന്ത് ചെയ്യുള്ളൂടാ നടക്കുകയുള്ളൂ. ഓക്കെ ആണോ? മാക്സിമം 3 കാർബണിൽ എന്ത് ചെയ്യുള്ളൂ, നടക്കുകയുള്ളൂ. ഇനി അടുത്തത് ഇവിടെ പഠിക്കേണ്ടത് രണ്ട് തരത്തിലുള്ളതുണ്ട്. പ്ലസ് ഐ ഇഫക്റ്റ്. ഏതാണ് പ്ലസ് ഐ ഇഫക്റ്റ്? അഥവാ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ അയാൾ കാണിക്കുന്ന ഇൻഡക്റ്റീവ് എഫക്റ്റ് ഏതാ, പ്ലസ് ഐ. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, CH3 C2H5 എക്സെട്ര. ഇനി മറ്റൊന്നാണ് മൈനസ് ഐ ഇഫക്റ്റ്. എടാ മൈനസ് ഐ ഇഫക്റ്റ് എന്നാൽ എന്താ, ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റാ. ഏതാണ്, ഇലക്ട്രോൺ വലിച്ചു കൊണ്ടുപോകാനുള്ള എഫക്റ്റ്. ആരാ എക്സാമ്പിൾ, ആരാ, ഹാലജൻസ്, OH, ഇതൊക്കെ അതിനെന്താണ് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആയാലും, ഏതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആയാലും എന്ത് നടക്കും, മൈനസ് ഐ ഇഫക്റ്റ് നടക്കും. അടുത്തത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഏതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്? അപ്പൊ എന്താ ഇലക്ട്രോമെറിക് എഫക്റ്റ്, അത് ആദ്യമാണ് പഠിക്കേണ്ടത്. എന്താ, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് pi electron to one of the atom joined by multiple bond presence in a attacking reagent. ഒരു attacking reagentന്റെ പ്രസൻസിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് പൈ ഇലക്ട്രോൺ ടു വൺ ആറ്റം, ഒരു ആറ്റത്തിലേക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇറ്റ് ഈസ് എ ടെമ്പററി എഫക്റ്റ്. സോ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഈസ് എ പെർമനന്റ് എഫക്റ്റ്, വൈൽ ഇലക്ട്രോമെറിക് എഫക്റ്റ് ഈസ് എ ടെമ്പററി ഇഫക്റ്റ്. സോ എന്താണ്, അതിൽ രണ്ട് തരമുണ്ട്. ഒന്ന് പ്ലസ് ഇ ഇഫക്റ്റ്. ഏതാണ് പ്ലസ് ഇ ഇഫക്റ്റ്? ഹിയർ pi electrons are transferred to the atom to which the attacking reagent get attached. attacking reagent വരുന്ന അതേ സ്ഥലത്തേക്ക് എന്ത് വരുന്നു, പൈ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. അതായത് ഇവിടെ നോക്ക്, ഒരു മൾട്ടി ബോണ്ടഡ് സിസ്റ്റം, അതിലേക്ക് ഞാൻ എന്തിന് ആഡ് ചെയ്യുന്നൂടാ, H+ എന്ന് പറയുന്ന അറ്റാക്കിംഗ് റിയേജന്റിനെ ആഡ് ചെയ്തു. സോ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്തത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതെന്താവും, സി സിംഗിൾ ബോണ്ട് സി, ഇവിടെ എന്താവും മൈനസും ഇവിടെ പ്ലസും അല്ലെ. സോ ഇവിടെ എന്തുണ്ട്, H+ വരുമല്ലോ. ഈ H+ എങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, ഇയാൾ ഇങ്ങോട്ടല്ലേ അറ്റാക്ക് ചെയ്യുക. സോ ഇവിടെ എന്തുണ്ട്, സി സിംഗിൾ ബോണ്ട് സി, ഇവിടെ H വരും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. ഇതിനെയാണ് എന്ത് വിളിക്കുക, പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് വിളിക്കുക. അടുത്തത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് എഫക്റ്റ്, നേരെ ഓപ്പോസിറ്റ്. എന്താ, പൈ ഇലക്ട്രോൺ ആർ ട്രാൻസ്ഫർ ടു ദ ആറ്റം ടു വിച്ച് അറ്റാക്കിംഗ് റിയേജന്റ് ഡസ് നോട്ട് ഗെറ്റ് അറ്റാച്ച്ഡ്. അതായത് ഇവിടെ നോക്ക്, ഡബിൾ ബോണ്ട് കാർബൺ പ്ലസ് CN മൈനസ്, ഈ അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ ഇത് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്. സോ ഈ നെഗറ്റീവ് ഇങ്ങോട്ട് വരുമോ, ഇല്ല, അത് എവിടേക്ക് അറ്റാക്ക് ചെയ്യാ നോക്കുക, സിംഗിൾ ബോണ്ട് സി,
ഡബിൾ ബോണ്ട്, ഇവിടെ എന്ത് വരും, ഒരു മൈനസ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് മൈനസ് ഇ ഇഫക്റ്റ്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻഡക്റ്റീവ് ആൻഡ് ഇലക്ട്രോമെറിക് എഫക്ട്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ? ഇൻഡക്റ്റീവ് പറഞ്ഞ ഷിഫ്റ്റിംഗ്, ആദ്യം ഡെഫിനിഷൻ ചെയ്താ, ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺ ത്രൂ a carbon chain presence of an atom or group of atoms attached to carbon atom. It is a complete transfer of shared pair of pi electron to one of the atom by multiple bond in presence of attacking region. രണ്ടാമത്തേത് inductive is a permanent while electromeric is a temporary. Inductive effect propagate only through carbon-carbon sigma bond while electromeric effect will possible through മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൽ എന്ത് ചെയ്യും പറ്റും. പാർഷ്യൽ പൊളാരിറ്റി എന്ത് ചെയ്യും ഇൻഡക്റ്റീവ് എഫക്റ്റിൽ ഉണ്ട്, എന്നാൽ ഇവിടെ പൊളാരിറ്റി ഇല്ല. അടുത്തത് അറ്റാക്കിംഗ് റേജിന്റെ ആവശ്യമില്ല, പക്ഷെ ഇവിടെ അറ്റാക്കിംഗ് റേജിന്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എന്ത് ചെയ്യടാ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. 2 മാർക്കിന്റെ ചോദ്യമാണ്, 2 മാർക്കിന്റെ ചോദ്യമാണ് ട്ടോ. അടുത്തത് റെസണൻസ് ഇഫക്റ്റ് ഓർ മീസോമെറിക് ഇഫക്റ്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വരച്ചു പഠിക്ക്. എന്താ? ഡിഫൈൻഡ് ആസ് എ പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ എ മോളിക്യൂൾ ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് 2 pi bond or pi bond and lone pair of electron present in an adjacent atom. adjacent ആറ്റങ്ങൾക്കിടയിലെ 2 ഡബിൾ ബോണ്ടുകൾക്കിടയിലോ അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ടും ഒരു ലോൺ പെയറിന് ഇടയിൽ ഉണ്ടാവുന്ന പൊളാരിറ്റിക്കാണ് എന്ത് വിളിക്കുക? റെസണൻസ്. സോ റെസണൻസിൽ ചോദിക്കുന്ന അടുത്ത ചോദ്യം എക്സാമ്പിൾ ഓഫ് പ്ലസ് ആർ ഗ്രൂപ്പ്, ഹാലജൻ, OH, OR, OCO, NH2, NHR ഒക്കെ അതിന് എക്സാമ്പിൾ. എക്സാമ്പിൾ ഓഫ് മൈനസ് ആർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോ. നാളത്തെ പരീക്ഷയ്ക്ക് പഠിച്ചോ, വരും. അപ്പൊ നമ്മളോട് പ്ലസ് ആർ ഇഫക്റ്റ് എന്ത് ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നു. അധിക കേസിലും ചോദിക്കുക ഒന്ന് ഫിനോള് അല്ലെങ്കിൽ ചോദിക്കുക NH2 ഗ്രൂപ്പാ. സോ ഞാനിവിടെ ഫിനോളിന്റെ കേസ് എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് ഫിനോൾ. എടാ ആദ്യ സ്റ്റെപ്പിൽ നോക്കിക്കട്ടാ, ആദ്യ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഡബിൾ ബോണ്ടോ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ കിട്ടും. എങ്ങനെ വരാൻ നോക്കുക? ഇവിടെ എന്തായി? ഡബിൾ ബോണ്ട് OH. എടാ ലോൺ പെയർ പോയാൽ അവിടെ എന്ത് വരും? പ്ലസ് ചാർജ് വരും. എടാ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ലതാ, ഞാനിവിടെ എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഈ പച്ച കളർ ഇട്ട് കൊടുത്തു. സോ അവിടേക്ക് 2 ഇലക്ട്രോൺ വന്നതുകൊണ്ട് എന്ത് വരും? അവിടെ നെഗറ്റീവ് വരും. പിന്നെ എന്തുണ്ട് ഇവിടെ? ഇവിടെ ഒരു ലോൺ പഴയ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അടുത്ത സ്റ്റെപ്പില് ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് നടത്തും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് നടക്കും. ഓക്കെ, അപ്പൊ എന്താ നമ്മളെ പ്രൊഡക്റ്റ് വരാൻ നോക്കുക? ഇവിടെ ഡബിൾ ബോണ്ട് OH പ്ലസ് ഉണ്ട്. ഇവിടെ എന്ത് വന്നു? ഒരു പുതിയ ബോണ്ട് വന്നു. കാരണം എന്താ? ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് നടന്നു. അപ്പൊ ഇവിടെ പുതിയ ബോണ്ട് വന്നു. ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് നടക്കുമ്പോ എന്താ സംഭവിക്കടാ? ഇവിടെ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ലോൺ പെയർ വരും. ഇവിടെ ഓൾറെഡി നമ്മൾ എന്തുണ്ട്? ഓൾഡ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടും. ദാ വരച്ചു പഠിച്ചോ. ഇവിടെ ഡബിൾ ബോണ്ട് OH, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ എന്താ? ഒരു നെഗറ്റീവ്. ഇവിടെ എന്ത് ചെയ്തു? ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ ഇവിടെ പുതിയൊരു ബോണ്ട് ഉണ്ടായി. ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ അല്ലെ, സോറി ഇങ്ങോട്ടല്ല, ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ ഇവിടെ നെഗറ്റീവ് ചാർജ്. അടുത്ത എന്താ സംഭവിക്കുക? ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത റെസണൻസ് സ്ട്രക്ചർ കിട്ടും. എങ്ങനെയാ? നമുക്കിതാ ഇങ്ങനെയാ വരുന്നത്. ഇവിടെ ബോണ്ട് വന്നു, ഇവിടെ ഒരു ബോണ്ട് വന്നു. ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയ ഡബിൾ ബോണ്ട്. ഇതെന്താവും? മുകളിലോട്ട് പോകുമ്പോൾ സിംഗിൾ ബോണ്ട് OH പഴയ പോലെയായി. എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? അവരുടെ ബോണ്ട് മാറി. വരച്ചു പഠിച്ചോ. NH2 ആണെങ്കിൽ ആകെ മാറ്റം എന്താ? OH പകരം എന്താക്കുക? NH2 എന്ന് കൊടുക്കുക. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അടുത്തത് മൈനസ് ആർ ഇഫക്റ്റ്. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എക്സാമ്പിൾ ഇതാ NO2. എന്താ? ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എങ്ങനെ വരെ നോക്കുക? ഇവിടെ സിംഗിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ട് N, സിംഗിൾ ബോണ്ട് O. ഇവിടെ എന്തായി? സിംഗിൾ ബോണ്ട്. ഈ ഓക്സിജന്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോൺ വന്നില്ലേ, അപ്പൊ എന്ത് വരും? ഒരു നെഗറ്റീവ് ചാർജ്. അവിടെ ലോൺ പെയർ ഉണ്ട്, അത് കാണിക്കുന്നില്ല. ഈ ഡബിൾ ബോണ്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോ ഇവിടെ എന്താവൂടാ? പ്ലസ് ചാർജ് ആവും. കാരണം എന്താ? നോക്ക്, ഇവിടെ ഉള്ള ഇലക്ട്രോൺ അല്ലേ അത് ഇങ്ങനെ കടന്നീന് ഒരാൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാവുന്നു.
അതായത് ഇയാളെ മാറ്റിയിട്ടില്ല, ഇയാൾ അവിടെ സ്ഥിര. ഈ പൊസിഷനിലുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്ലസ് ചാർജ് എന്ത് ചെയ്തിട്ടുള്ളടാ, വന്നിട്ടുള്ളത്. സോ ഇവിടെ പ്ലസ് ചാർജ്, ഇവിടെ ഓൾറെഡി പഴയ നെഗറ്റീവ്. എടാ അടുത്ത സ്റ്റെപ്പില് ഈ പ്ലസ് ചാർജ് ഒഴിവാക്കാൻ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്ട്രക്ചർ കിട്ടും. നോക്കിക്കോതാ, ഇവിടെ ഡബിൾ ബോണ്ട് എൻ, സിംഗിൾ ബോണ്ട് ഒ, ഇവിടെ സിംഗിൾ ബോണ്ട് ഒ എന്തുണ്ട്, നെഗറ്റീവ്. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പുതിയ ബോണ്ട് വന്നു, അപ്പൊ ഇവിടെ പ്ലസ് ചാർജ് ഉണ്ട്. ഇവിടെ നമ്മളെ പഴയ എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുത്തു. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രക്ചർ നോക്കുതാ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു പുതിയ ബോണ്ട് വരും. അപ്പൊ ഇവിടെ പ്ലസ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട് എൻ, സിംഗിൾ ബോണ്ട് ഒ, ഒ മൈനസ്. അടുത്തത് ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുത്തു, അപ്പൊ ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുക്കും. സോറി, ഇങ്ങോട്ടല്ല, ഇയാള് ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുക്കുമ്പോ ഈ ഡബിൾ ബോണ്ട് ലോൺ പെയർ ഉണ്ടല്ലോ, ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുക്കും. അപ്പൊ നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടും. എന്താ, ദാ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട് എൻ, സിംഗിൾ ബോണ്ട് ഒ, ഡബിൾ ബോണ്ട് ഒ. മീസോമെറിക് എഫക്ട് ഓർ റെസണൻസ് എഫക്റ്റ് ആയി. അടുത്തത് ഹൈപ്പർ കോൺജുഗേഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ പെർമനന്റ് എഫക്ട്. അതൊരു പെർമനന്റ് എഫക്ട് ആണ്. ഇറ്റ് ഈസ് എ എഫക്ട് ഓഫ് സിഗ്മ ഇലക്ട്രോൺ ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് of alkyl group enters into the partial conjugation with the unsaturated system or with unshaded p orbital. Okay ആണോ? ഓക്കെ ആണോ? ഡെഫിനിഷൻ പഠിക്ക്. എന്താ എക്സാമ്പിൾ, ഒരൊറ്റ എക്സാമ്പിളെ ചോദിക്കുള്ളൂ. CH3CH2+. ഈഥൈൽ കാറ്റയോൺ എന്നാണ് ഇതിനെ വിളിക്കുക. സോ ഹൈപ്പർ കോൺജുഗേഷൻ ഒന്ന് വരച്ചു നോക്കുക. CH3 3H, CH2+. ഓക്കെ, സോ ഇതിന്റെ ഹൈപ്പർ കോൺജുഗേഷൻ വരക്കാൻ പറഞ്ഞ ആദ്യ സ്റ്റെപ്പില് ഇയാൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് എടുത്തു ഡബിൾ ബോണ്ടിലേക്ക്. ഇപ്പൊ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്. എടാ ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടുത്തെ പ്ലസ് ചാർജ് പോയി. അപ്പൊ ഇവിടെ എച്ച് ഉണ്ടല്ലോ, അയാൾക്ക് എന്ത് കിട്ടും, പ്ലസ്. കാരണം അയാളെ കയ്യിലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് മാറി അല്ലെ. ഇവിടെ എച്ചിന്റെ അടുത്തുള്ള ഇലക്ട്രോണാ, ആ ഇലക്ട്രോൺ മൊത്തമായിട്ട് ഇങ്ങോട്ട് മാറി. ഈ കാർബൺ മാറ്റണ്ടോ, ഇല്ല. അപ്പൊ ഇയാൾക്ക് പ്ലസ് വരും. ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാ ഇയാൾ എന്നെ പോണെന്ന്? ഇയാൾക്ക് പോയിക്കൂടെ? അപ്പൊ അടുത്തത് സി, ഡബിൾ ബോണ്ട് സി, ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇവിടെ എന്ത് വരും, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെയും ബോണ്ട് ഉണ്ട്. ഇവിടുന്നാ പോയത് H+. ഇനി വേണമെങ്കിൽ അടുത്തൊരു സ്ട്രക്ചർ വരക്കാം. സി എച്ച് എച്ച്, ഇവിടുന്ന് പോയിക്കൂടെ? ഡബിൾ ബോണ്ട് സി, എച്ച് എച്ച്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ എന്തുണ്ട്, H+. ഇങ്ങനെ സ്ട്രക്ചർ വരക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഇവിടുന്ന് ഷിഫ്റ്റ് എടുത്താ, ഈ രണ്ട് ഹൈഡ്രജനും ഷിഫ്റ്റ് എടുത്തിയാലും എന്താണ്, അതും എന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ എന്താണടാ, എഫക്റ്റ് ആണ്. ഓക്കെ ആണോ? സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.